ഏറെ കാര്യങ്ങൾ ഓർമ്മയിലുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഓർമ്മ വെച്ച് തന്നിട്ടാണ് സാധാരണ അപ്പന്മാരാണ് മക്കൾക്ക് ഓർമ്മ കൊടുക്കുന്നത്. എങ്കിലും പറയട്ടെ പ്രിയ പൈതലെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൂടുതൽ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു. അടുത്ത നാളുകളിലൊക്കെ കർത്താവിൻ്റെ വേലയിലേക്ക് പിന്നെയും പ്രവേശിച്ച് കർത്താവിന് വേണ്ടി അധികമായി അധ്വാനം ചെയ്യണമെന്നുള്ള തീരുമാനത്തിൽ കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ബുധൻ ഈ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന നടത്തിയെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. കുഞ്ഞിങ്ങി പോരെ, ഇനി ഇവിടെ വന്നാൽ എവിടത്തില്ല, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പ്രാവശ്യം വന്നത്. ഇതുപോലെ പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും, രോഗിയായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് ഒരുമ കൊടുക്കും. അവൻ പോവുകയാണെങ്കിൽ അവൻ എനിക്ക് ഒരുമ തരും. ഈ പ്രാവശ്യം അതുപോലെ പിക്ക് ചെയ്യാൻ ചെന്നപ്പോൾ വരുമ്പോൾ കാറിൽ നിന്നിറങ്ങി ഒരുമ കൊടുത്തു ഞാൻ. പക്ഷേ അവൻ സഞ്ചരിച്ച ബസ്സിനകത്ത് കയറിയായിരുന്നു, അവൻ്റെ കിടക്കയിലായിരുന്നു. ഞാൻ എന്നും വെളുപ്പിനെ പാടുന്നൊരു പാട്ടുണ്ട്, ഒരു ശീലി പാടുവാൻ ആഗ്രഹിക്കുകയാണ്. ആരും എനിക്കില്ലെന്നെങ്കിൽ ഏകനായി തീർന്നെന്ന് പാട്ട് ഞാൻ പാടാറുണ്ട്. പ്ലീസ് പ്രിയ സാംസൺ. കാരണം ഇപ്പോഴാണ് അത് അർത്ഥാൽ ആരും എനിക്കില്ലെന്നുള്ളത്. ഞാൻ എന്നും ആ പാട്ടാണ്. ഇന്നലെ പാടാൻ പറ്റിയില്ലെന്ന് ഞാൻ ഓർത്ത് പ്രാർത്ഥനയ്ക്ക് മുൻപ് എൻ്റെ കുഞ്ഞിനെ വിളിക്കും, പ്രാർത്ഥന കഴിഞ്ഞ് വിളിക്കും, കിടക്കുന്നതിന് മുൻപേ വിളിക്കും. ഞങ്ങളെ വിളിച്ചില്ലെങ്കിൽ രാവിലെ വയ്ക്കാൻ എന്നാ വിളിക്കാതെ കിടന്നത്. എനിക്കാരും വാക്കുകളില്ല. ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നു, മാനസത്തിൽ ആദിപൂണ്ട് ഖേദിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ, സാധു അന്ധനായി തീർന്നിടല്ലേ. ഞാൻ മാനിനെ പോൽ ഓടിയിടും, തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോൽ ഓടിയിടും. ഏറെ കാര്യങ്ങളും വാക്കുകളുമുണ്ട് എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് അവിടെ പറയാം. അവൻ പറഞ്ഞു, അവൻ്റെ അനിയനെക്കുറിച്ച് പറഞ്ഞു, അവൻ ഞാനായിരുന്നു, ഞാൻ അവനായിരുന്നു. എന്നാൽ ഇതെനിക്ക് കൂട്ടുകാരനായിരുന്നു, എനിക്ക് പിതാവായിരുന്നു, എനിക്കൊരു നല്ല ലീഡറായിരുന്നു, എഴുത്തുകാരനായിരുന്നു, എല്ലാമായിരുന്നു. ശൂന്യത മനസ്സിലാക്കിയത് കഴിഞ്ഞ ദിവസം രാവിലെ 10:30 ആയപ്പോഴാണ്. അതുവരെ I thought that I am something, but now I know that. ഞാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ച കർത്താൻദാസൻ പറഞ്ഞ് എനിക്ക് പ്രസംഗിക്കാൻ വയ്യ, പാസ്റ്റർ ഇന്ന് സങ്കീർത്തനം വായിക്കണമെന്ന് പറഞ്ഞപ്പോൾ 37 സങ്കീർത്തനം വായിച്ചിട്ട് ഞാൻ 3 വാക്ക് സഭയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പ്രസംഗിച്ചു. ഒന്ന്, ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, ഡിലൈറ്റ് ഇൻ ദ ലോർഡ്, കമ്മിറ്റ് ഇൻ ദ വേ ഓഫ് ദി ലോർഡ്. പക്ഷെ അവരാരും എടുത്തിട്ടില്ല. എന്നാലും ബുധനാഴ്ച എനിക്ക് മനസ്സിലായി, ദാറ്റ് മെസ്സേജ് വാസ് ടു മീ. Trust in the Lord, delight in the Lord, commit the way in the Lord. എൻ്റെ വാക്കുകൾ ഇതുവരെ സഹായിച്ച